ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് മാഗി വട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു മാഗി നമുക്ക് 4 പൊട്ടിച്ചിടാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ വെള്ളം മതിയാകും. അതിലേക്ക് ഒരു മാഗി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാഗി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മാഗി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവും 1/2 കപ്പ് സവാളയും 1/2 കപ്പ് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് എരിഞ്ഞ ക്യാരറ്റും 1-2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. അതിലേക്ക് നമ്മുടെ ഈ മാഗി കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാഗിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ വെള്ളം കായവും 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുള്ളും ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതേസമയം തന്നെ നമുക്ക് എണ്ണ നന്നായി ചൂടാക്കാൻ വയ്ക്കാം. നന്നായി ചൂടായതിനു ശേഷം ഒരു ചെറിയ ബോളാക്കിയിട്ട്, ഒരുപാട് സൈസ് കൂട്ടരുത്, അപ്പോൾ അകം വെന്ത് വരില്ല. അതാണ് ചെറിയ ബോളാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെയെങ്കിലും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി വട തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.